Hi guys, iPhone 16e. സോ റീസെൻ്റ്ലി ആപ്പിൾ ലോഞ്ച് ചെയ്ത അവരുടെ പുതിയ മോഡലാണ് ഐഫോൺ 16e. ഒരു 16നും 15നും ഇടയിലായിട്ടാണ് ഈ ഒരു മോഡൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനൊരു മോഡൽ വേണമായിരുന്നു ആപ്പിളായി. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫീച്ചേഴ്സ് വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത ഒരു മോഡലായി പോയോ എന്ന് എനിക്കൊരു കൺസേൺ തോന്നുന്നു. എനിവേ ഈ ഒരു മോഡലിൻ്റെ പ്രൈസിങ്ങും ഫീച്ചേഴ്സും എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആണ്, അതുപോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണോ എന്നെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാണ്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ഇടുന്നാലോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഈവൻ നമ്മൾ ആ ഒരു 14 കണ്ട പോലെ തന്നെ ആ നോച്ച് തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഡൈനാമിക് ഹൈലൈറ്റ് ഒന്നുമില്ല. സോ ആ ഒരു ഡിസ്പ്ലേ എക്സെറ്റ് 14 ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ കാര്യമായ ഒരു ചേഞ്ചോ ഒന്നും വന്നിട്ടില്ല ഡിസ്പ്ലേ പോർഷനിൽ. ആൻഡ് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഡിസ്പ്ലേ പോർഷനിൽ ഐഫോൺ 16eയിൽ കാര്യമായ അപ്ഡേറ്റ് ഒന്നുമില്ല. ഒരു 14നെ അതേപോലെ തന്നെ പകർത്തി ഈ ഒരു മോഡലിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ മാഗ് സേഫ് നൽകിയിട്ടില്ല. സോ അതൊരു മെയിൻ ഡ്രോബാക്ക് തന്നെയാണ്. ഐഫോൺ 12 തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിക്കൊണ്ടുന്ന ഒരു ഫീച്ചർ തന്നെയാണ് മാഗ് സേഫ്. എനിക്ക് തോന്നുന്നു 2020 തൊട്ടാണ് ഐഫോൺ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന മോഡൽസിൽ. ബട്ട് ഈ ഒരു മോഡലിൽ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഒരു ഛേദോ വികാരമോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൈസ് കട്ടിങ്ങിൻ്റെ പോർഷനിൽ നിന്നാണോ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോ എന്നെനിക്കറിയില്ല. ബട്ട് ഉള്ളൊരു ഫീച്ചർ എടുത്തു കളഞ്ഞത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ഈ ഒരു മോഡലിൽ മാഗ് സേഫ് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ മാഗ് സേഫ് സപ്പോർട്ടറായിട്ടുള്ള കേസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു മോഡൽ വരുന്നില്ല എന്നുള്ളത് മെയിൻ ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രൊസസ്സർ പോർഷൻ നോക്കുകയാണെങ്കിൽ A18 ബയോണിക് ചിപ്പാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു മോഡൽ ആ ഒരു ചിപ്പിലൊരു ഡ്രോബാക്കായിട്ട് ഫീൽ ചെയ്തത്, ഇപ്പോൾ ഐഫോൺ 16ൽ നമുക്ക് 5 GPU കോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ ഒരു കോർ മിസ്സിംഗ് ആണ്. സോ ഇതിൽ 4 GPU കോർ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ നോർമൽ യൂസർ നിങ്ങൾക്ക് വലിയൊരു ലാഗോ അല്ലെങ്കിൽ വേറെ ഡിഫറൻസോ ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നോർമൽ ഐഫോൺസ് പോലെ തന്നെ ആ ഒരു സെയിം പെർഫോമൻസ് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് നേരെ തിരിച്ച് നമുക്ക് ഒരു ഹൈ എൻഡ് ഗെയിമറാണ്, ഹൈ എൻഡ് പെർഫോമൻസ് നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ലാഗൊക്കെയും ആ ഒരു പീക്ക് ലെവൽ ഗെയിമിങ്ങിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു റണ്ണറിങ്ങോ പോലുള്ള ഇഷ്യൂസൊക്കെയും ഈ ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തികൾക്ക് ബാധിക്കുന്നതായിരിക്കും. സോ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂടുതലുള്ള ഡിവൈസ് തന്നെയാണ്. ബട്ട് ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ പ്രൊസസ്സറിൽ ജസ്റ്റ് ഒരു കോംപ്രമൈസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നെക്സ്റ്റ് നെറ്റ്വർക്ക് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വൈഫൈ 6 ആണ് നൽകിയിട്ടുള്ളത്. സോ ഒരു വൈഫൈ 6E നൽകുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. സോ വൈഫൈ 6Eക്ക് താഴെയായിട്ടുള്ള രീതിയിലുള്ളൊരു ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. വൈഫൈ 6 ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് അതൊരു മേജർ ആയിട്ട് ഇഷ്യൂ അല്ല. ബട്ട് അത് ഒരു ഡൗൺഗ്രേഡ് ആയിട്ടുള്ള രീതിയിലാണ് ചില ഫീച്ചേഴ്സ് ആപ്പിൾ ഇന്നിപ്പോൾ നൽകിയിട്ടുള്ളത്. സോ ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ അൾട്രാ വൈഡ് 5G ബാൻഡ് ചിപ്പ് ഇതിനകത്ത് നൽകിയിട്ടില്ല. സോ അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ചിപ്പ് ബേസ്ഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു ഫോൺ ലൊക്കേറ്റ് ചെയ്യാനും ഫൈൻഡ് ചെയ്യാനൊക്കെയും ഈ ഒരു ചിപ്പ് സഹായിക്കാറുണ്ട്. ബട്ട് ആ ഒരു ഫീച്ചർ ഇതിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ബാറ്ററിയുടെ പോർഷനിലാണ് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുള്ളത്. കാരണം അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ്. ഇപ്പോൾ നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ 16ൽ നമുക്ക് 22 hours ആണ് ഒരു വീഡിയോ പ്ലേ ബാക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ 26 hours ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ബാറ്ററി എഫിഷ്യൻസി നല്ല രീതിയിൽ ഈ ഒരു മോഡലിൽ അവർ കൂട്ടുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അറൗണ്ട് ഒരു 4 hours ഡിഫറൻസ് ആണ് 16നെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോഡലിൽ കൂടിയിട്ടുള്ളത്. ആൻഡ് 15നെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 hours ആണ് 15ലെ ഒരു വീഡിയോ പ്ലേ ബാക്ക് ടൈം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ 26 ആണ്. സോ അറൗണ്ട് ഒരു 6 hours ഒരു വീഡിയോ പ്ലേ ബാക്ക് ടൈം, അതായത് ആ ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബാറ്ററി എഫിഷ്യൻസി കൂട്ടുവാൻ ഈ ഒരു മോഡലിൽ ആപ്പിൾ ശ്രമിച്ചിട്ടുണ്ട്. സോ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് മോഡത്തിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ C1 ചിപ്പാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആപ്പിളിൻ്റെ തന്നെ ഓൺ ചിപ്പ് തന്നെയാണ്. സോ അതുകൊണ്ട് കുറച്ചുകൂടി മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്പ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിളിൻ്റെ തന്നെ M1 ചിപ്പ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പവർ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഈ ഒരു ചിപ്പും നല്ല രീതിയിൽ പവർ എഫിഷ്യൻ്റ് ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് എല്ലാം നമുക്ക് ആ ബാറ്ററി ബാക്കിൻ്റെ പോർഷനിൽ അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആക്ഷൻ ബട്ടണാണ് ഈ ഒരു മോഡൽ കൊടുത്തിട്ടുള്ളത്. അലർട്ട് സ്ലൈഡർ അല്ല നൽകിയിട്ടുള്ളത്. സോ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആക്ഷൻ ബട്ടണിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് ഇനി ക്യാമറയുടെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ സിംഗിൾ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 48 MB ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ 16 CPC കണ്ട അതിൻ്റെ ഒരു മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് ഈ ഒരു മോഡലോട് കൊടുത്തിട്ടുള്ളത്. സോ അത് കുഴപ്പമില്ല. ഈവൻ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് തോന്നില്ല. ആസ് എ നോർമൽ യൂസർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി എല്ലാം ഈ ഒരു ക്യാമറയുടെ പോർഷനിൽ കിട്ടുന്നതായിരിക്കും. ബട്ട് ഈ ഒരു സെക്കൻഡിൽ നോക്കുമ്പോൾ സിംഗിൾ ക്യാമറ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ നമുക്ക് 15 ആണെങ്കിൽ ഈവൻ 16 ആണെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. സോ ഇതിൽ സിംഗിൾ ക്യാമറയാണ് വന്നതെന്നുള്ളത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഒരു ക്യാമറ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചത്. ആൻഡ് ഈ ഒരു മോഡലിലെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 60,000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ദിസ് ഇസ് നോട്ട് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. സോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഐഫോൺ ആയിട്ടോ നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കണ്ട. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ 16 or 15 അതാണ് ഞാൻ ബെറ്റർ ആയിട്ട് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും എല്ലാം ഈവൻ ഒരു ക്യാമറ സെറ്റപ്പ് വരെ ആ ഒരു 16 ഈവൻ 15 വരെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു മോഡൽ നോക്കുമ്പോൾ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. പിന്നെ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് കമ്പാരിറ്റീവ്ലി 15 വെച്ച് നമുക്ക് ഈ ഒരു മോഡൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു മോഡൽ എനിക്ക് അത്രത്തോളം റെക്കമെൻഡഡ് ആയിട്ട് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 16 അല്ലെങ്കിൽ 15 പോകാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മോഡൽ കൊണ്ടുവരണമായിരുന്നോ ആപ്പിൾ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം കുറച്ചുകൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് ആണെങ്കിൽ ഇറ്റ്സ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഫോൺ ആണ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഐഫോൺ ആയിട്ടാണ് കൊണ്ടുവന്നത് എന്നെല്ലാം വേണമെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്യാറുണ്ട്. എനിവേ ഇത്രയൊക്കെ തന്നെയാണ് ഐഫോൺ 16e എന്ന് പറഞ്ഞ മോഡൽ. സോ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിസാസ്റ്റർ ഫോണാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാർ ബെറ്റർ 16 or 15 ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ഈ ഒരു മോഡലിൽ നല്ലതാണ്. കാരണം ഈ ഇത്രയുള്ള ഫീച്ചേഴ്സൊക്കെ മതി എന്ന് വിചാരിച്ചൊരു ഐഫോൺ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. എനിവേ ഇത്രയൊക്കെയാണ് ഐഫോൺ 16eയുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഐ എം സൈനിങ് ഔട്ട്. ബൈ.